ഒരു ആയുർവേദ സസ്യമാണ് ബ്രഹ്മി. നമ്മൾ കുട്ടികളുടെയൊക്കെ ബുദ്ധി വർദ്ധിപ്പിക്കാനായിട്ട് പലതരത്തിലും പല കമ്പനിയുടെ പ്രോഡക്ട്സും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊന്നും അവരവകാശപ്പെടുന്ന അത്ര മേന്മ ഉണ്ടാകാറുമില്ല. എന്നാൽ പുരാതന കാലം മുതൽ തന്നെ ബുദ്ധിശക്തിക്കും ഓർമ്മശക്തിക്കും ഉപയോഗിച്ച് വരുന്ന ആയുർവേദങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ബ്രഹ്മി. ശീതകാമിനി, നീർബ്രഹ്മി, ദേവബല, ഭേഗപർണി എന്നിങ്ങനെ പല പേരുകളിൽ ബ്രഹ്മി അറിയപ്പെടാറുണ്ട്. ബ്രഹ്മിയുടെ നീര് 5 മില്ലി മുതൽ 10 മില്ലി വരെ സമം കണക്കിന് വെണ്ണയോ നെയ്യോ ചേർത്ത് എല്ലാ ദിവസവും രാവിലെ കുട്ടികൾക്ക് കൊടുത്താൽ അവരുടെ ബുദ്ധിശക്തിക്കും അതുപോലെ തന്നെ ഓർമ്മശക്തിക്കും ഒക്കെ അത് ഏറെ നല്ലതാണ്. ബ്രഹ്മി സമൂലമിട്ട് കാച്ചി എണ്ണ തേക്കുന്നത് തലയ്ക്ക് തണുപ്പും ഉന്മേഷവും ഒക്കെ ഉണ്ടാവാനായിട്ട് ഏറെ സഹായിക്കും. ദിവസേന 2-3 ഇലകൾ പറിച്ചെടുത്ത് കഴിച്ചാൽ സംസാര വൈകല്യത്തിന്, പ്രത്യേകിച്ച് വിക്ക് പോലുള്ള പ്രശ്നങ്ങൾക്ക് മാറ്റമുണ്ടാവാനായിട്ട് അത് സഹായിക്കും. മഞ്ഞപ്പിത്തത്തിന് ഇതിൻ്റെ ഇല പിഴിഞ്ഞ നീരും പാലും ഇരട്ടി മധുരവും കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട്. കുട്ടികളിൽ കാണുന്ന മലബന്ധത്തിന് ദിവസവും ബ്രഹ്മി നീര് 10 മില്ലി വീതം കുട്ടികൾക്ക് കൊടുക്കാം. ബ്രഹ്മി ഇട്ട് പാൽ തിളപ്പിച്ച് കുടിച്ചാൽ അത് അപസ്മാരത്തിന് നല്ലതാണെന്നും പറയപ്പെടുന്നുണ്ട്. ബ്രഹ്മി സമൂലം തണലത്തുണക്കിയിട്ട് നല്ലതുപോലെ പൊടിച്ച് 1-2 നുള്ളു വീതം എടുത്ത് തേനും കൂടെ ചേർത്ത് കഴിക്കുന്നത് ബുദ്ധിയും ഓർമ്മശക്തിയും വർദ്ധിക്കാനായിട്ടും സഹായിക്കും. സ്ത്രീകളുടെ ആർത്തവ ദോഷങ്ങൾ മാറുന്നതിന് ബ്രഹ്മിയുടെ നീര് കൽക്കണ്ടമോ പഞ്ചസാരയോ ചേർത്ത് കഴിക്കാം. അകാല വാർദ്ധക്യം ഒഴിവാക്കുന്നതിനും നേത്രരോഗങ്ങൾ മാറാനും ക്ഷയരോഗികളുടെ ക്ഷീണം അകറ്റാനും ഒക്കെ നമുക്ക് ബ്രഹ്മി അരച്ച് തിളപ്പിച്ചാറിയ പാലിൽ ചേർത്ത് കുടിക്കാം. ചെളി പ്രദേശത്തും പുഴക്കരയിലും ഉപ്പ് കലർന്ന മണലിലും കടലോരത്തും ബ്രഹ്മി തഴച്ചു വളരാറുണ്ട്. വിത്തുകളുണ്ടെങ്കിലും തണ്ട് മുറിച്ച് നട്ട് നമുക്ക് വംശവർധന നടത്താം. 10 മണിച്ചെടിയുടെ ഇലയോട് സാമ്യമുള്ള ഇലകൾക്ക് കനവും പച്ച നിറവും ഉണ്ടായിരിക്കും. വെളുത്ത പൂക്കളുണ്ടാകുന്ന ബ്രഹ്മി അലങ്കാര ചെടിയായിട്ട് നമുക്ക് വളർത്താം. മലശോധനയ്ക്കും സ്വരം നന്നാകുവാനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുവാനും കുഷ്ഠം, പ്രമേഹം, കാസം, വിഷം, അപസ്മാരം, ജ്വരം എന്നിവയ്ക്ക് മരുന്നായിട്ടും പാരമ്പര്യ വൈദ്യന്മാർ ഇത് ഉപയോഗിച്ചിരുന്നു. ബ്രഹ്മിയുടെ ഇല തണലിൽ ഉണക്കി പൊടിച്ച് കുട്ടികൾക്ക് പാലിലും തേനിലും ചേർത്ത് നമുക്ക് കൊടുക്കാം. ബ്രഹ്മി ദിവസവും കഴിച്ചാൽ പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ഓർമ്മക്കുറവൊക്കെ മാറ്റാനായിട്ട്, ഓർമ്മശക്തി നിലനിർത്താനായിട്ട് അത് സഹായിക്കും. ബ്രഹ്മി തൈലം പുരട്ടിയിട്ട് കുടലിറക്കം തടയാമെന്നും പറയപ്പെടുന്നുണ്ട്. ഔഷധ ചെടിയായിട്ട് നല്ലൊരു അലങ്കാര ചെടിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു ബ്രഹ്മിയെ നമ്മുടെ പൂന്തോട്ടത്തിൻ്റെ ഒരു ഭാഗമാക്കാനായിട്ട് ശ്രദ്ധിക്കുക.